ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ ഇന്ന് പറയാൻ പോകുന്നത് നമ്മുടെ തലയിൽ ഇരിക്കുന്ന ഈ സാധനം എന്താ, ഈ ഹെൽമെറ്റിനെ കുറിച്ചാണ്. ഈ ഒരു സാധനം നമ്മൾ ഏത് ബ്രാൻഡ് ഉപയോഗിച്ചാലും അത്യാവശ്യം നല്ല ക്വാളിറ്റിയുള്ള ബ്രാൻഡ് ഉപയോഗിക്കുക. അതേപോലെ എപ്പോഴും ഇത് ഉപയോഗിക്കുക, പ്രത്യേകം പറയേണ്ട കാര്യമൊന്നുമില്ല. പക്ഷേ ഇതിൻ്റെ ഉള്ളിലൊക്കെ ഉള്ളൊരു അവസ്ഥ എന്ന് പറഞ്ഞാൽ നമ്മൾ ഇടയ്ക്കൊക്കെ ഒന്ന് ഇത് അഴിച്ചിട്ടൊന്ന് ഫുള്ളായിട്ട് ക്ലീൻ ചെയ്തിട്ട് ഉപയോഗിക്കുന്നത് നന്നായിരിക്കും. കാരണം ഇതിൻ്റെ ഉള്ളിലൊക്കെ ഇപ്പോൾ ഞാൻ കുറച്ച് കാലമായി ഇത് ഒന്ന് അഴിച്ച് ക്ലീൻ ചെയ്തിട്ട്, അപ്പോൾ തന്നെ കണ്ടില്ലേ അത്യാവശ്യം നല്ല രീതിയിൽ മണ്ണ് ഒക്കെ ഇതിനുള്ളിൽ കയറിയിരിക്കുന്നുണ്ട്. അപ്പോൾ എന്താ വെച്ചാൽ ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് ചെറിയ രീതിയിൽ മഴയും കൂടി ആണെന്നുണ്ടെങ്കിൽ ചെറിയൊരു ഈർപ്പവും കൂടി മിക്സായിട്ട് ഒക്കെ ഈ ഫംഗസും ബാക്ടീരിയ ഒക്കെ ഇതിൻ്റെ ഉള്ളിൽ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അതൊക്കെ നമ്മുടെ ഈ കണ്ണ്, ചെവി, മൂക്ക് ഈ ഇതുമായിട്ട് വളരെ അടുത്ത് നിൽക്കുന്നൊരു ഒരു സാധനം എന്നുള്ള നിലയ്ക്ക് നമ്മൾ ഇതൊന്ന് ക്ലീൻ കണ്ടില്ലേ, ഇതിൻ്റെ ഈ ഫ്രണ്ട് ഭാഗത്തൊക്കെ കണ്ടില്ലേ, ഇത് വെറും മണ്ണാണിത്. അപ്പോൾ ഇതെന്താ വെച്ചാൽ നമ്മൾ റോട്ടിൽ നിന്ന് നമ്മുടെ ഇതിലേക്ക് നമ്മൾ പോകുന്ന സമയത്ത് ഇങ്ങോട്ട് ആകർഷിക്കുന്ന സംഭവമാണ്. അപ്പോൾ അത് ഒരു ക്ലോത്ത് പോലുള്ളൊരു സംഗതി ആയതുകൊണ്ട് അതിലങ്ങോട്ട് പറ്റി പിടിച്ചിരിക്കും. അപ്പോൾ കണ്ടില്ല, ഞാൻ ജസ്റ്റ് ഒന്ന് ക്ലീൻ ചെയ്തിട്ടൊന്ന് വെള്ളം ഒഴിച്ചപ്പോഴുള്ളൊരു അവസ്ഥയാണിത്. വളരെ എന്താ പറയുക, നല്ല രീതിയിൽ മണ്ണുണ്ടായിരുന്നു. അപ്പോൾ ഇത് കഴുകുന്ന സമയത്ത് ഏതായാലും കുറച്ച് വെയിൽ കിട്ടിയതുകൊണ്ട് മാത്രം നമുക്കിത് നല്ല രീതിയിലൊന്ന് ഉണക്കിയെടുക്കാൻ പറ്റിയിട്ടുണ്ട്. അല്ലെങ്കിൽ ഈ മഴക്കാലത്ത് നമ്മളിത് ഹെൽമെറ്റ് കഴുകാൻ നിന്ന് കഴിഞ്ഞാൽ കുറച്ച് ബുദ്ധിമുട്ട് തന്നെയാണ്. ഇപ്പോൾ ഏതായാലും കുറച്ച് ദിവസം കുറച്ച് വെയിലൊക്കെ ഉണ്ട്. അപ്പോൾ എന്തായാലും നമ്മളിത് മൊത്തം ക്ലീൻ ചെയ്തിട്ടുണ്ട്, നല്ല രീതിയിൽ ക്ലീൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതേപോലെ ഈ ഒരു സ്റ്റഡ്സിൻ്റെ ഇതുപോലുള്ള ഹെൽമെറ്റുകളൊക്കെ ഇതിൻ്റെ പാർട്സൊക്കെ അഴിച്ചു വെക്കുമ്പോൾ നല്ലോണം ശ്രദ്ധിക്കണം. കാരണം ഇതിൻ്റെ ഒന്നും ഈ ചെറിയ ചെറിയ പാർട്സൊന്നും പിന്നീട് നമുക്ക് ഒരു ഷോപ്പിൽ പോയാൽ കിട്ടണമെന്നില്ല. അപ്പോൾ അത് അഴിക്കുകയാണെന്നുണ്ടെങ്കിൽ ഏകദേശം ഇതിനെ പറ്റിയൊരു ഐഡിയ ഉണ്ടാവണം. അതേപോലെ തിരിച്ച് ഫിറ്റ് ചെയ്യാനും കഴിയണം. ഓക്കെ, അപ്പോൾ നമ്മുടെ ക്ലീനിങ്ങിന് ശേഷമുള്ളൊരു അവസ്ഥയാണിത്. കണ്ടില്ലേ, നല്ല അത്യാവശ്യം തെറ്റില്ലാത്ത രീതിയിലൊന്ന് വൃത്തിയായിട്ടുണ്ട്. ഏതായാലും ഇനിയിപ്പോൾ കുറച്ച് കാലം അങ്ങനെ പോട്ടെ. ഇനിയിപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ക്ലീൻ ചെയ്യണം. കാരണം ഇത് ഇത്രയും ആയത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എനിക്കും ഷോക്കിംഗ് ആയിരുന്നു. കാരണം ഇത് നമ്മൾ എന്നും ഇത് തലയിൽ വെച്ചുകൊണ്ട് നടക്കുന്ന സാധനമാണ്. അപ്പോൾ ഇതിൻ്റെ അവസ്ഥ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രത്യേകിച്ച് ഇതിൻ്റെ ചെറിയ ചെറിയ ഗ്യാപ്പുകളിലൊക്കെ നല്ല രീതിയിൽ മണ്ണും കാര്യങ്ങളും അടിഞ്ഞ് കൂടിയിട്ടുണ്ടാവും. അപ്പോൾ ഇതെല്ലാവരും ഒന്ന് ശ്രദ്ധിക്കുക. അതിപ്പോൾ ഏകദേശം 4 വർഷം ആയിട്ട് ഉപയോഗിക്കുന്ന ഒരു ഹെൽമെറ്റാണ് കേട്ടോ. അത്യാവശ്യം ഞാൻ കുറച്ചൊക്കെ ശ്രദ്ധിക്കുന്ന ഒരാളാണ്. പക്ഷെ എന്നാലും കണ്ടല്ലോ അവസ്ഥ വളരെ ശോചനീയമായിരുന്നു. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ശ്രദ്ധിക്കാൻ നോക്കുക. അപ്പോൾ എന്തായാലും നമ്മൾ കുറച്ച് കാലമായിട്ട് വീഡിയോസൊക്കെ കുറവാണെന്നറിയാം. അപ്പോൾ എന്തായാലും ഇനി അങ്ങോട്ട് വീഡിയോസൊക്കെ കറക്റ്റായിട്ട് അപ്ലോഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കാം. ഒന്നാമത് മടിയാണ് സത്യം പറയാലോ. നമുക്ക് വർക്കുകളൊക്കെ പെൻഡിങ് കുറേ ഉണ്ട് വണ്ടിക്ക്, പക്ഷേ എന്നാലും മടി വരികയാണ്. അപ്പോൾ എന്തായാലും ഇതൊന്ന് ശ്രദ്ധിക്കുക എല്ലാവരും.